ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ SDPI മത്സരിക്കില്ല. UDFന് പിന്തുണ നൽകാനാണ് ധാരണയായിരിക്കുന്നത്. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. SDPI വോട്ട് വേണ്ട എന്ന് ഇരു മുന്നണികളും പരസ്യമായി നിലപാട് പറയുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം SDPI വോട്ടുകൾ വളരെ നിർണായകമാണ്. SDPIയുമായി ഇരു മുന്നണികളും രഹസ്യമായി ചർച്ചകൾ നടത്തുന്നതായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായി വരുന്ന വൻ തുക കണ്ടെത്താൻ സംഘടനയ്ക്ക് ശേഷിയില്ലാത്ത ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വത്തെ എത്തിച്ചതെന്നാണ് സൂചനകൾ. കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതൃത്വമാണ് ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത്. നേരത്തെ ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയിരുന്നതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ SDPI മത്സരിച്ചിരുന്നു. വടകരയിലും കോഴിക്കോട്ടും മലപ്പുറത്തും SDPIക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. മലപ്പുറത്ത് 45,000-ത്തിലധികം വോട്ടുകളും കോഴിക്കോട് 10,000-ത്തിലധികം വോട്ടുകളും നേടാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമായതുകൊണ്ട് തന്നെ കടുത്ത ഒരു മത്സരമായിരിക്കും നടക്കുക. മലബാറിലെ പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമാണ്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം ആ വോട്ടുകൾ നേടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും SDPIയുടെ വോട്ടുകൾ വേണ്ട എന്നൊരു നിലപാടിലേക്ക് UDF എത്താൻ സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും ഈ വോട്ടുകൾ സ്വീകരിക്കുമെന്ന് UDF പരസ്യമായി പറയാനും സാധ്യതയില്ല. ഇരു മുന്നണികളുമായും രഹസ്യ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ പരസ്യമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് SDPI എത്തുമോ എന്നത് തിങ്കളാഴ്ച അറിയാം. എന്തായാലും നിലവിൽ UDFനെ പിന്തുണയ്ക്കാനാണ് SDPI തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് 60 സീറ്റുകളിലാണ് SDPI മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ AIADMKയുടെ പിന്തുണയോടെ ഡിണ്ടിഗൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. CPIM ആണ് ഇവിടെ SDPIയുടെ എതിരാളിയായി നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ 3 മുന്നണികളിലെയും പ്രധാന പാർട്ടികൾ ഇത്തവണ ഡിണ്ടിഗൽ സീറ്റ് സഖ്യകക്ഷികൾക്കാണ് നൽകിയത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന DMK മുന്നണി സീറ്റ് CPMനും BJP PMKയ്ക്കുമാണ് നൽകിയത്. കഴിഞ്ഞ തവണ DMK 5 ലക്ഷം വോട്ടിന് അണ്ണാ DMK സഖ്യത്തിലെ PMKയെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണിത്. BJP തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലൈ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ CPMന്റെ സിറ്റിംഗ് സീറ്റ് കോയമ്പത്തൂർ DMK ഏറ്റെടുത്ത് പകരം ഡിണ്ടിഗൽ സീറ്റ് CPMന് കൈമാറുകയായിരുന്നു. സിറ്റിംഗ് സീറ്റായ തൊട്ടടുത്ത് മധുരൈ മണ്ഡലത്തിലും CPM മത്സരിക്കുന്നുണ്ട്.